ഈ കൊതുക് അവന് കടിക്കാനുള്ള സ്ഥലം നിരീക്ഷിക്കുകയാണ്. എന്നാൽ ശരിക്കും കടിക്കാൻ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ രക്തം കൃത്യമായി കുടിക്കുന്നത് പഠിക്കാൻ ഒരു ട്രെയിനിങ് സെന്ററിൽ ചേരുന്നു. അവിടെ അവനെ പോലെ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. ട്രെയിനിങ് സെന്ററിൽ അവൻ ആദ്യം തന്നെ നല്ലതുപോലെ പറക്കാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. പിന്നെ അടുത്ത പീരീഡിൽ അവരുടെ നീഡിൽസ് കൃത്യമായി സെറ്റ് ചെയ്യാൻ അവരെ പഠിപ്പിച്ചു. ഈ ബേസിക് സ്കിൽ എല്ലാം പഠിപ്പിച്ചതിനു ശേഷം അടുത്തത് അവരെ ഒരു അണ്ടർഗ്രൗണ്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് മനുഷ്യരുടെ ശരീരത്തിൽ എവിടെയെല്ലാം കടിച്ചാൽ രക്തം കിട്ടുമെന്ന് ക്ലാസ് എടുത്തു കൊടുത്തു. എവിടെയെല്ലാം സേഫായിട്ട് കടിക്കാമെന്നും എവിടെയെല്ലാം കടിക്കരുതെന്നും പഠിപ്പിച്ചു. പിന്നീട് അവരുടെ മസിൽ പവർ കൂട്ടാൻ കഠിനമായ ഫിസിക്കൽ ട്രെയിനിങ് കൊടുത്തു. അതിലൂടെ അവരുടെ റിഫ്ലക്സ് പതിയെ കൂട്ടിയെടുക്കാൻ തുടങ്ങി. അതിന്റെ കൂടെ മനുഷ്യർ കൊതുകിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന് അവർക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഒരു നീണ്ട ട്രെയിനിങ്ങിന് ശേഷം പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞ് ചിറകുകളെല്ലാം ഫിറ്റ് ചെയ്ത് പുതിയ മിഷന് പോകാൻ തുടങ്ങി. അങ്ങനെ അവർ മനുഷ്യരുള്ള സ്ഥലങ്ങളിലെത്തി അവിടെ ക്യാമ്പുകൾ സ്ഥാപിച്ച മിഷനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അങ്ങനെ മനുഷ്യരുടെ വീട്ടിൽ നെറ്റിന്റെ ഉള്ളിൽ വരെ നുഴഞ്ഞു കയറി മനുഷ്യരെ കടിച്ചു. അങ്ങനെ മിഷൻ ജയിച്ചതിനു ശേഷം അവർ തിരിച്ച് ക്യാമ്പിലേക്ക് തന്നെ പോയി. ഈ കൊതുക് അവന് കടിക്കാനുള്ള സ്ഥലം നിരീക്ഷിക്കുകയാണ്. എന്നാൽ ശരിക്കും